ആയേ മനസ്സിലായോ? മിസ്റ്റർ മജീദ് സുഖാണോ? എവിടെയത് സ്ഥലം? കാളിക്കാവ്. ആ ഹാ ഓക്കെ ഓക്കെ ഓക്കെ. മലപ്പുറം അല്ലേ? ആ ഓക്കെ 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 ഓക്കെ. എന്താ ചെയ്യണേ മജീദ്? ബീഫ് ബിരിയാണി ഉണ്ടോ? ഞാന് കുറച്ച് ബോച്ചട്ടി ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ഒക്കെ ഉണ്ടോ? ഓ ഞാന് കുറച്ച് നിങ്ങളെ ബിരിയാണി ഓർഡർ ചെയ്യാൻ വേണ്ടിട്ടേ വിളിച്ചതാ. അതെയാ? ഓക്കെ. ഞാൻ എന്തിനാ വിളിച്ചതെന്നറിയോ? ശരി, പ്രതീക്ഷയിൽ തന്നെയാണ്. ശരി, എന്തായാലും മജീദിന് ഒരു കാർ അടിച്ചിരിക്കുകയാണ്. കാറ് ഞാൻ അറിയണേലും നിങ്ങൾ അറിഞ്ഞ അറിയിച്ചിക്കണോ? നിങ്ങൾ അറിയിച്ചിക്കണോ മുമ്പ്? ആ എവിടുന്നാ വാങ്ങിയ ബോച്ചേട്ടി? നിങ്ങളുടെ കടയിൽ നിന്ന് തന്നെയാണോ? മോലാളിക്ക് കിട്ടോ കാറ്? നിങ്ങക്ക് കിട്ടോ? നിങ്ങളാണോ വാങ്ങിയേ? അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പോവാ കാശ് കൊണ്ട്? കാറ് വിറ്റ് കാശാക്കി കടം വീട്ടോ അതോ ഒരു ബിരിയാണി കട സ്വന്തമായിട്ട് ഇടോ? അല്ല ബിരിയാണി കട തുടങ്ങിയാലും മുതലാളിനെ അവിടെ ജോലിക്ക് വെക്കായിരിക്കും കേട്ടോ. തമാശയാണ്. ജഗതിയുടെ സിനിമ ഈ ഇന്നസെന്റിന്റെയോ ജഗതിയുടെ ഒരു സിനിമയിലെ ഡയലോഗ് ഓർത്താണ്. അപ്പൊ ചായപ്പൊടി നന്നായി വെക്കുന്നുണ്ടോ ബോച്ചേട്ടി? ചായക്കടയിൽ ചായ എങ്ങനെയുണ്ട്? ചായ ടേസ്റ്റ് ഉണ്ടോ? ആണ്. ആ ശരി ഓക്കെ. അടുത്ത ഇനി വേറെ സാധനം വരുന്നുണ്ട്. നമ്മുടെ നവംബറിലെ പുതിയ സംഭവം സ്ക്രാച്ച് ബോച്ചെ സ്ക്രാച്ച് ടിക്കറ്റ്. അതിനിപ്പോ ഭാഗ്യത്തിന് വേണ്ടി നറുക്കെടുപ്പിനൊന്നും വേണ്ടി കാത്തിരിക്കണ്ട. സ്ക്രാച്ച് ചെയ്യില്ലേ, നമ്മൾ ഉറച്ചു നോക്കി അപ്പൊ തന്നെ കാണാം ക്യാഷ് ആണോ കാറാണോ. അതെല്ലാവർക്കും സമ്മാനം ഉണ്ട്, ക്യാഷ് ഉണ്ട്. പിന്നെ ഒരു കുപ്പി ബിവറേജ് ഉണ്ട് ബോച്ചെ പബ്ബിന്ന്, ബാംഗ്ലൂര്, വൈപ്പൻ, കണ്ണൂര്. അപ്പൊ അത് എങ്ങനെ സ്ക്രാച്ച് ചെയ്യാ, ചൊറിഞ്ഞു കോടീശ്വരനാവാം. ബോച്ചെ സ്ക്രാച്ച് ടിക്കറ്റ് അതാണ് ഇനി നവംബറിൽ വരാൻ പോണത്. ഭയങ്കര കച്ചവടമായിരിക്കും. കാരണം ഈ കാത്തിക്കുണ്ടല്ലോ വരുന്നവർക്ക് അപ്പപ്പോ കാശാണ്. അത് ഇത്രയും വലിയ സ്കീം ലോകത്തിൽ ആദ്യമായിട്ട് കൊണ്ടുവരാൻ വേണം. മാത്രമല്ല അവർക്ക് വിശ്വാസം കൂടെ. മറ്റേ നറുക്കെടുപ്പ് എവിടെയാ നടത്തണേ, എങ്ങനെയാ നടത്തണേ, ആരാ നടത്തണേ, എന്താണ് ഏതാണെന്നൊക്കെ ഇതൊന്നുമില്ല. നറുക്കെടുപ്പ് ഒന്നും ആവശ്യമില്ല. സ്ക്രാച്ച് ചെയ്യുക, അപ്പന്നെ കാണാം, അപ്പന്നെ കാശ് കടക്കാരെടുത്തു കൊടുക്കും. എത്രയാന്ന് വെച്ചാൽ 10,000 വരെയുള്ള ക്യാഷ് അപ്പം എടുത്തു കൊടുക്കും. ലക്ഷങ്ങളും കാറൊക്കെ ആണെങ്കിൽ കമ്പനി നേരിട്ടിട്ട് വിളിച്ചു കൊടുക്കും. അപ്പൊ ഈ കാശിന് ആവശ്യമുള്ളവർക്ക് ചായപ്പൊടി അങ്ങ് അപ്പം കിട്ടൂലോ. പിന്നെ അത് മാത്രമല്ല ഈ 50 ഉറുപ്പികേന്റെ ചായപ്പൊടിയാണ് ഇനി വരാൻ പോണേ. കുറച്ച് വ്യത്യാസമുള്ള സൂപ്പർ സാധനമാണ്. 50 രൂപയ്ക്ക് വാങ്ങുമ്പോൾ ആ സ്ക്രാച്ച് കിട്ടുമ്പോൾ അത് ആ കൂപ്പൺ കിട്ടും. പിന്നെ അതിനൊപ്പം തന്നെ ഫ്രീ ആയിട്ട് എല്ലാവർക്കും ഓരോ ചായപ്പൊടി വാങ്ങുമ്പോൾ 200 രൂപയുടെ ഒരു ബിവറേജ് ഫ്രീ ആണ്. അപ്പൊ 50 രൂപയ്ക്ക് വാങ്ങുമ്പോൾ 200 രൂപയുടെ പ്രയോജനം. അപ്പൊ 250 രൂപ ലാഭം. വീട്ടിലേക്ക് ചായപ്പൊടിയും ഷോപ്പ് കാണിച്ചു തരും. കാളിങ്കാവ് നമ്മുടെ ഷോപ്പ് ഉണ്ട് അല്ലേ?
അല്ല അതിന് എന്തിനും വിജയം കൂടുമ്പോ എപ്പോഴും എതിർപ്പും ശത്രുക്കളും ഉണ്ടാവുമല്ലോ. അതൊന്നും വിജയത്തിന്റെ ലക്ഷണങ്ങളാണ്, അതൊക്കെ പോസിറ്റീവാണ് ഈ എതിർപ്പുകളൊക്കെ. ആരും ഒന്നും പറയുന്നില്ലെങ്കിലേ പ്രശ്നം, ആരും ശ്രദ്ധിക്കപ്പെടുന്നില്ലെങ്കിൽ. ഓക്കെ ഓക്കെ. ഓ ബോച്ചേട്ടി തൂങ്ങിക്കിടക്കുന്നുണ്ട് അല്ലേ? ആ ഓക്കെ ഓക്കെ ഓക്കെ. യെസ് 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 കാണുന്നുണ്ട്. നിങ്ങൾ നമ്മളേലും വലിയ മാർക്കറ്റിംഗ് ആണല്ലോ. ഓക്കെ. ഇവിടുന്നാണോ കാർ അടിച്ചത് ബോച്ചേട്ടി വാങ്ങിയപ്പോ? ഒരു ട്രിപ്പൊക്കെ പോകണ്ടേ കാർ ഓടിച്ച്, പുതിയ കാറൊക്കെ ഓടിച്ച്? ആ അപ്പൊ ബായ്. ആർക്കും വിശ്വാസമില്ല, എന്താ ചെയ്യാം. കിട്ടിയ നിങ്ങൾക്കെങ്കിലും വിശ്വാസം ഉണ്ടല്ലോ അല്ലേ? അവിടെ ഒരു കിട്ടിയ നിങ്ങൾക്കെങ്കിലും വിശ്വാസം ഉറപ്പുണ്ടല്ലോ അല്ലേ? ആ അവിടെ ചിലവരങ്ങനെയാ. ചിലവരങ്ങനെയാ. നൗഫൽ എന്ന് പറഞ്ഞ ഒരാൾക്ക് 31 പ്രാവശ്യം ക്യാഷ് അടിച്ചിട്ടും അയാൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഉറുപ്പ്യ എനിക്ക് കിട്ടിയിട്ടില്ല, തട്ടിപ്പാ വെട്ടിപ്പാ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുപ്രചരണം നടക്കുന്നുണ്ട്. അയാൾക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് നമ്മള്. കുപ്രചരണം നൗഫൽ എന്ന് പറഞ്ഞ ആളാ 31 പ്രാവശ്യം അടിച്ചിരിക്കണു. അത് ചിലവർ കൊട്ടേഷൻ എടുത്ത് കാശൊക്കെ വാങ്ങാൻ, അതും ഒരു ബിസിനസ് അല്ലേ. കൊട്ടേഷൻ എടുത്തിട്ട് ബിസിനസ് ഗ്രൂപ്പിനെതിരെ എപ്പോഴും ഉണ്ടാവില്ല, അതൊക്കെ ഭാഗമാണ്. എല്ലാം നന്നായി വരട്ടെ. അതിൽ വരുമ്പോ അവിടെ കയറാം കേട്ടോ. ബൈ. ഓക്കെ.